നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി കെ നാസർ കാഞ്ഞങ്ങാട്. മഴയിലും ചോരാത്ത ആവേശത്തിൽ വോട്ട് ചെയ്ത് നിലമ്പൂർ. ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്ക് പ്രകാരം 74.35% പോളിംഗ്. ഇതോടെ നാടിളക്കി നടത്തിയ പ്രചരണം ഫലം കണ്ടെന്ന ആശ്വാസത്തിലും ഉയർന്ന പോളിംഗ് ശതമാനം ഗുണം ചെയ്യുമെന്നുള്ള കണക്കുകൂട്ടലിലും ആണ് രാഷ്ട്രീയ നേതാക്കൾ. നിലവിൽ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മറികടക്കുന്ന പോളിംഗാണ് നിലമ്പൂരിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 71.28%, 2024 തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 61.46% വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് 75.23%. തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ. രാജ്ഭവനിൽ ഔദ്യോഗിക ചടങ്ങിനെ രാഷ്ട്രീയ വേദിയാക്കിയതിലൂടെ ഗവർണർ നടത്തിയത് ഭരണഘടനാ ലംഘനമാണെന്നും രാജ്ഭവൻ പുറത്തിറക്കിയ പ്രസ്താവന ശക്തമായി തള്ളിക്കളയുകയാണെന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. രാജ്യത്തിൻ്റെ ഭരണഘടനയും അതിലൂടെ ഭരണക്രമവും സംരക്ഷിക്കപ്പെടാൻ നടപടി കൈക്കൊള്ളേണ്ടത് ഏതു പൗരൻ്റെയും പ്രധാനപ്പെട്ട ബാധ്യതയാണെന്നും ഗവർണർ ഭരണഘടനാ തലവനെന്ന നിലയിൽ നിഷ്പക്ഷതയും പൊതുപരിപാടികളോട് എത്രയും കൂടുതൽ മാന്യതയും പുലർത്താൻ ബാധ്യതയുള്ള വ്യക്തിയാണെന്നും മന്ത്രി പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിലേക്ക് ക്ഷണിച്ചില്ലെന്ന ശശി തരൂരിൻ്റെ പരാതി തള്ളി കോൺഗ്രസ്. പാർട്ടി പുറത്തിറക്കിയ ലിസ്റ്റ് പ്രകാരം തരൂർ താരപ്രചാരകനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി നൽകിയ താരപ്രചാരക പട്ടിക ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. ജൂൺ 2 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടി നൽകിയ 40 പേരുടെ താരപ്രചാര പട്ടികയിൽ 8ാമനാണ് ശശി തരൂർ. പിച്ച് ഡാം സ്ലൂയിസ് ഷട്ടർ ഇന്ന് തുറക്കും. മണലി കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. മണലി കരുവന്നൂർ പുഴകളിൽ നിലവിലെ ജലനിരപ്പിൽ നിന്ന് പരമാവധി 20 സെൻറ്റിമീറ്റർ കൂടി ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ വാർത്താക്കുറിപ്പിറക്കി രാജ്ഭവൻ. വിദ്യാഭ്യാസ മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചെന്നും ഗവർണറെ മന്ത്രി അപമാനിച്ചെന്നും വാർത്താക്കുറിപ്പ് ആരോപിക്കുന്നു. ഇന്നലെ നടന്ന പരിപാടിക്കിടെ ഇറങ്ങിപ്പോയത് അറിയിച്ചില്ലെന്നും മന്ത്രി ചെയ്തത് തെറ്റായ കീഴ്വഴക്കമാണെന്നും വാർത്താക്കുറിപ്പ് പറയുന്നു. ഭാരതാംബ ചിത്ര വിവാദം വീണ്ടും കൊഴുക്കുന്നു. രാജ്ഭവനിൽ ഇന്നലെ നടന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ് സർട്ടിഫിക്കറ്റ് വിതരണ പരിപാടി മന്ത്രി വി ശിവൻകുട്ടി ബഹിഷ്കരിച്ചു. പരിപാടിയുടെ ഷെഡ്യൂളിൽ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന ഇല്ലായിരുന്നുവെന്നും താൻ ചെല്ലുമ്പോൾ ചിത്രത്തിൽ പൂ ഇടുന്ന ചടങ്ങ് കണ്ടുവെന്നും മന്ത്രി പറഞ്ഞു. ഗവർണർക്ക് മുന്നിൽ തന്നെ പ്രതിഷേധം അറിയിച്ചുവെന്നും ഗവർണർ ഒന്നും മിണ്ടിയില്ലെന്നും ആട്ടുകല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഇരുന്നുവെന്നും ഇത് കേരളത്തിൻ്റെ പ്രതിഷേധമാണെന്നും മന്ത്രി പറഞ്ഞു. ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ചിത്രങ്ങളോ പ്രതീകങ്ങളോ സർക്കാർ പരിപാടിയിൽ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് സർക്കാർ നിലപാടെന്നും ഇക്കാര്യം മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. പാലക്കാട് BJP നേതാവ് കോൺഗ്രസിൽ ചേർന്ന്. പാലക്കാട് BJPയുടെ മൈനോറിറ്റി മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദാണ് കോൺഗ്രസിൽ ചേർന്നത്. 1986 മുതൽ സജീവ BJP പ്രവർത്തകനായിരുന്നുവെന്നും മനസ്സുമെടുത്താണ് പാർട്ടി വിട്ടതെന്നും സെയ്ദ് മുഹമ്മദ് പറഞ്ഞു. സെയ്ദ് മുഹമ്മദിനെ പാലക്കാട് DCC അധ്യക്ഷൻ A. തങ്കപ്പൻ കോൺഗ്രസിലേക്ക് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജ് ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നും അവധി പ്രഖ്യാപിച്ച് ആലപ്പുഴ ജില്ലാ കളക്ടർ. കൊച്ചിയിൽ ഇസ്രായേൽ അനുകൂല മുദ്രാവാക്യവുമായി CPM ജാഥയിൽ ബഹളമുണ്ടാക്കിയ 52കാരിയെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. എറണാകുളം മട്ടാഞ്ചേരി സ്വദേശി നീത ബ്രൈറ്റ് ഫെർണാണ്ടസിനെയാണ് സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇന്നലെ വൈകിട്ട് എറണാകുളം നഗരത്തിൽ CPM സംഘടിപ്പിച്ച യുദ്ധവിരുദ്ധ റാലിക്കിടെയാണ് സംഭവം. കൽപ്പറ്റയിൽ പോലീസ് കസ്റ്റഡിയിൽ ആദിവാസി യുവാവ് ഗോകുലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം CBIക്ക് വിട്ടു. CBI കേസ് ഏറ്റെടുത്തതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. CBIയുടെ തിരുവനന്തപുരം യൂണിറ്റിനാണ് ചുമതല. ഇതോടെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഗോകുലിൻ്റെ അമ്മയുടെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി.
പത്തനംതിട്ട മെഴുവേലിൽ നവജാത ശിശുവിൻ്റെ മരണത്തിൽ അവിവാഹിതയായ അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്ന് പോലീസ്. വലിച്ചെറിഞ്ഞപ്പോൾ തലയിടിച്ചാണ് കുഞ്ഞ് മരിച്ചതെന്ന് വിലയിരുത്തൽ. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് മഴുവേലിൽ അമ്മയുടെ വീടിന് പിന്നിലെ പറമ്പിൽ നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. കാമുകനാണ് ഗർഭത്തിന് ഉത്തരവാദിയെന്ന് ബിരുദ വിദ്യാർത്ഥിനിയായ 21-കാരി മൊഴി നൽകിയിരുന്നു. യുവതി ആശുപത്രി വിട്ടാൽ ഉടൻ അറസ്റ്റ് ചെയ്യും. പോത്തിറച്ചി മ്ലാവിറച്ചിയാക്കി യുവാവിൻ്റെ ജീവിതം തകർത്തെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി. ഗീത സ്വമേധയാ കേസെടുത്തു. മ്ലാവിറച്ചി വിറ്റുവെന്ന പേരിൽ ചാലക്കുടി സ്വദേശി സുജേഷ് കണ്ണനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്ത് 39 ദിവസം തടവിൽ പാർപ്പിച്ച ശേഷം ഫോറൻസിക് പരിശോധനയിലാണ് മാംസം പോത്തിൻ്റേതാണെന്ന് കണ്ടെത്തിയത്. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ ഇടപെടൽ. മലയാളികളുടെ പ്രിയ നടൻ മോഹൻലാലിനെ ആദരിച്ച് ശ്രീലങ്കൻ പാർലമെന്റ്. ഡെപ്യൂട്ടി സ്പീക്കർ ഡോക്ടർ ഋഷി സ്വാലിഹിന്റെ ക്ഷണപ്രകാരമാണ് മോഹൻലാൽ പാർലമെന്റിലെത്തിയത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായാണ് താരം ശ്രീലങ്കയിലെത്തിയത്. ശ്രീലങ്കൻ പാർലമെന്റ് തനിക്ക് തന്ന ആദരവിൽ മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ നന്ദി അറിയിച്ചു. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട ബോയിങ് വിമാനത്തിന് തകരാറുകളില്ലായിരുന്നുവെന്ന് എയർ ഇന്ത്യ CEO ക്യാംബെൽ വിൽസൺ. ലണ്ടനിലേക്ക് പറക്കും വരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നുവെന്ന് CEO വ്യക്തമാക്കി. എഞ്ചിൻ പരിശോധനകൾ കൃത്യമായി നടന്നിരുന്നു. വലതുവശത്തെ എഞ്ചിന് മാർച്ചിലാണ് അറ്റകുറ്റപ്പണി നടത്തിയത്. ഇടതുവശത്തെ എഞ്ചിൻ ഏപ്രിൽ പരിശോധിച്ചിരുന്നു. അടുത്ത പരിശോധന നടക്കേണ്ടിയിരുന്നത് വരുന്ന ഡിസംബറിലാണെന്നും ക്യാപ്റ്റൻ മെൽ വിൽസൺ വ്യക്തമാക്കി. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ 25 കോടി രൂപ വിലമതിക്കുന്ന ഹൈഡ്രോപോണിക് കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ 3 പേരെ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. ഉയർന്ന വീര്യമുള്ളതാണ് ഹൈബ്രിഡ് കഞ്ചാവ്. രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കോക്കിൽ നിന്ന് ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ 2 യാത്രക്കാരെ മുംബൈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തടഞ്ഞു പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങി പാട്ന. കേന്ദ്രമന്ത്രി സർബാനന്ദ സനോവാൾ അടുത്തിടെ പ്രഖ്യാപിച്ച പാട്ന വാട്ടർ മെട്രോ പദ്ധതി കേന്ദ്രത്തിൻ്റെ ഗംഗാ മൊബിലിറ്റി പദ്ധതിയുടെ ഭാഗമാണ്. രാജ്യത്ത് ആദ്യമായി വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ച് കൊച്ചി ചരിത്രത്തിലിടം നേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പാട്നയും വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കുന്നത്. ഭാഷകളെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് ഉടൻ തന്നെ ലജ്ജ തോന്നുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് അമിത് ഷാ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. നിർമ്മിത ബുദ്ധി ഇന്ത്യയുടെ IT മേഖലയിലെ ഉൽപ്പാദനക്ഷമത ഗണ്യമായി വർദ്ധിപ്പിക്കുകയും പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് ഇൻഫോസിസ് സ്ഥാപകൻ NR നാരായണമൂർത്തി. കമ്പനികൾ നിർമ്മിത ബുദ്ധിയെ മനുഷ്യ തൊഴിലാളികൾക്ക് പകരമായി കാണാതെ സഹായിക്കുന്ന ഒരു ഉപകരണം മാത്രമായി കാണണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഇസ്രായേൽ-ഇറാൻ സംഘർഷം കടക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാരെ ഇസ്രായേലിൽ നിന്ന് ഒഴിപ്പിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഇസ്രായേൽ-ഇറാൻ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന ദൗത്യത്തിന് ഓപ്പറേഷൻ സിന്ധു എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. മോർവെള്ളം കുടിച്ച് മടുത്തോ? നല്ല രുചിയുള്ള മിനറൽ ക്വാളിറ്റിയുള്ള വെള്ളം കുടിക്കാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ? എങ്കിൽ ഇതാണ് സുവർണാവസരം. വെറും 1000 രൂപ അടച്ചാൽ 18,000 രൂപ വരെ വിലയുള്ള വാട്ടർ പ്യൂരിഫയർ ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. എങ്ങനെയാണെന്നല്ലേ? കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിൽ പ്രമുഖ കമ്പനികളുടെ RO UV ആൽക്കലൈൻ വാട്ടർ പ്യൂരിഫയർ മാസം തോറും 1000 രൂപ വീതം അടച്ചു വാങ്ങാൻ അവസരമൊരുക്കുന്നു. എല്ലാ മാസവും 10-ാം തീയതി ഗ്രീൻ ഷോപ്പിൽ വെച്ച് നറുക്കെടുത്ത് വിജയിയെ പ്രഖ്യാപിക്കും. വിജയികൾ പിന്നീട് പണം അടയ്ക്കേണ്ടതില്ല. നറുക്ക് വരാത്തവർ വിഷമിക്കേണ്ട കേട്ടോ. 20% മുതൽ 30% വരെ ഡിസ്കൗണ്ടിൽ അതേ RO വാട്ടർ പ്യൂരിഫയർ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിങ്ങൾ റെഡിയാണെങ്കിൽ ഇപ്പൊ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അടുത്ത മാസം നറുക്കെടുപ്പിൽ പങ്കാളിയാകൂ. അങ്ങനെ നിങ്ങൾ നല്ല വെള്ളം കുടിച്ചു തുടങ്ങൂ. For more details, contact us.